അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്നത്തെ റെസിപ്പി മാംഗോ വെച്ചിട്ടൊരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്നത് പോലത്തെ ആ ഒരു ടെക്സ്ചറിലും ആ ഒരു ടേസ്റ്റിലും എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ മാംഗോ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാല് നല്ല തണുപ്പിച്ച് നല്ല കട്ടയാക്കിയിട്ട് എടുത്തതാണ്. ഇതുപോലെ കട്ടയാക്കി തന്നെ എടുക്കാൻ നോക്കുക, എന്നാലാണ് നമുക്ക് ആ ടെക്സ്ചർ കിട്ടുള്ളൂ. അതും കൂടി നമുക്ക് ഈ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്. ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇതിന് നമ്മൾ ഏത് ഷേക്ക് ഉണ്ടാക്കുമ്പോഴും ഈ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. 1 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇതും കൂടിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കാം. അപ്പോൾ ഞാൻ മധുരം കുറഞ്ഞ കാരണം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ബദാം ആഡ് ചെയ്യുക, കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് പീനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫസ്റ്റത്തെ ലെയറിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമിയായി നല്ലൊരു, നമ്മൾ ഐസ്ക്രീം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, എന്നാലും ആ ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി നട്ട്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയേക്കുക. അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറും നിറയും. ഈ ഇടയിൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അതും ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. ബൈ.